Good morning, everyone. ഇന്ന് നമ്മളിനി നമ്മുടെ പാസേജ് പാർട്ട് ബി പാസേജ് സെക്ഷനാണ് ഇന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ പാസേജ് സെക്ഷൻ ആൻസർ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണോ ആ കോണ്ടെക്സ്റ്റ് തന്നെ വേണം നോക്കിയിട്ട് ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, തിയറി ആയിട്ട് പഠിച്ച കാര്യങ്ങളെല്ലാം സപ്പോർട്ട് മാത്രമാണ് ചെയ്യുന്നത്. തിയറി പഠിച്ചത് അതേപോലെ തന്നെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. ഓക്കെ, നമ്മുടെ HUN 101-ൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ദാറ്റ് ഇസ് ഡിസംബർ 2019 പുതിയ സ്കീമിൽ. അപ്പോൾ ആ ഡിസംബർ 2019-ന്റെ പാർട്ട് ബി ആണ് ഇപ്പം ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ പാർട്ട് ബി. റീഡ് കെയർഫുള്ളി the following case and answer the questions given below. Ms. Sharon was a competent consulting structural engineer. A client approached Ms. Sharon to review structural design of a multi-storied building. ഇനി ഒരു കാര്യം നമ്മൾ പാസേജ് റീഡ് ചെയ്യുമ്പോൾ തന്നെ ആരാണ് പാസേജിലെ കീ പ്ലെയേഴ്സ് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് പോവുക. ഫസ്റ്റ് സെന്റൻസിൽ തന്നെ ഒരു മിസ് ഷെറിൻ ഉണ്ട്. അവരൊരു കൺസൾട്ടിങ് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ അവർ കോമ്പിറ്റൻ്റ് ആണ്, നന്നായിട്ട് ഈ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്യാം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ക്ലയന്റ് അപ്രോച്ച്ഡ് മിസ് ഷെറിൻ ടു റിവ്യൂ സ്ട്രക്ചറൽ ഡിസൈൻ ഓഫ് എ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്. ഓക്കെ, അപ്പൊ അടുത്ത ഒരു പ്ലെയർ എന്ന് പറയുന്നത് ക്ലയന്റാണ്. ഓക്കെ, സോ അവരാരാ? അവര് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ ഡിസൈൻ ചെയ്യുന്നവരാണ്. അത് റിവ്യൂ ചെയ്ത് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിസ് ഷെറിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹി വാണ്ട്സ് ദ റിപ്പോർട്ട് വിതിൻ 1 വീക്ക്. ഒരാഴ്ചക്കുള്ളിൽ ഈ റിപ്പോർട്ട് അയാൾക്ക് വേണം. ആർക്ക്? ഈ ക്ലയന്റിന്. മിസ് ഷെറിൻ എഗ്രീഡ് ടു റിവ്യൂ ദ ഡിസൈൻ. എഗ്രി ചെയ്തു. ഓക്കെ, റിവ്യൂ ചെയ്യാനായിട്ട്, ഡിസൈൻ റിവ്യൂ ചെയ്യാനായിട്ട്. ഡ്യൂ ടു ദ പ്രഷർ ഓഫ് അതർ അസൈൻഡ് വർക്ക്സ്, മിസ് ഷെറിൻ അസൈൻഡ് ദ ടാസ്ക് ടു എ സൈറ്റ് എഞ്ചിനീയർ ഇൻ ഹർ കമ്പനി, Mr. Abhinand, who was experienced in construction-related works, but had little background in structural design. അപ്പം മൂന്നാമത്തെ പ്ലെയർ മിസ്റ്റർ അഭിനന്ദ് ആണ്. ആരാണ് ഈ മിസ്റ്റർ അഭിനന്ദ്? സൈറ്റ് എഞ്ചിനീയർ ആണ്. അതേ കമ്പനിയിലുള്ള ഒരു സൈറ്റ് എഞ്ചിനീയർ ആണ്. ഓക്കെ, ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കൺസ്ട്രക്ഷൻ റിലേറ്റഡ്, പക്ഷേ ഈ ഡിസൈൻസ് റിവ്യൂ ചെയ്യുന്നതിൽ, സ്ട്രക്ചറൽ ഡിസൈൻസ് റിവ്യൂ ചെയ്യുന്നതിൽ എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഓക്കെ, അയാളെയാണ് ഈ ജോലി ഏൽപ്പിക്കുന്നത്, ഈവൻ ദോ ഹി ഈസ് നോട്ട് എക്സ്പീരിയൻസ്ഡ്. അത് മാത്രമല്ല, ഈ മിസ് ഷെറിൻ ഇത് എഗ്രി ചെയ്തു. എഗ്രി ചെയ്യുമ്പോൾ തന്നെ അറിയാവുന്ന വേറെ ഒത്തിരിയും പണികളുണ്ട്, അത് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം. ഓക്കെ, അതും ഇവിടെ നോട്ട് ചെയ്ത് പോകും. അപ്പൊ ആദ്യം നോട്ട് ചെയ്യേണ്ടത് കീ പ്ലെയേഴ്സ് ആണ്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത്. ആസ് ദ അസൈൻഡ് ടാസ്ക് വാസ് ബിയോണ്ട് ഹിസ് നോളജ്. അപ്പൊ അഭിനന്ദിന് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഈ ജോലി. ആൻഡ് ആസ് മിസ് ഷെറിൻ വാസ് ബിസി വിത്ത് അതർ വർക്ക്സ്, he approached his friend Mr. Akash, who is a project engineer in another construction company doing construction of multi-storied buildings. Okay, so അയാളുടെ ഒരു ഫ്രണ്ടിനെ വേറൊരു കമ്പനിയിലുള്ള മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന വേറൊരു കമ്പനിയിലുള്ള ഒരാളിനെ അയാൾ അപ്രോച്ച് ചെയ്തു. ആര്? മിസ്റ്റർ അഭിനന്ദ്. സീനിയറിന്റെ അടുത്ത് പോകുന്നതിന് പകരം ഷെറിന്റെ അടുത്ത് പോകുന്നതിന് പകരം അപ്രോച്ച് ചെയ്തു. ഓക്കെ, അടുത്തത് മിസ്റ്റർ ആകാശ് വാസ് ഓൾസോ നോട്ട് കോമ്പിറ്റന്റ്. അയാൾക്കും ഈ ജോലി ചെയ്യാൻ അറിയത്തില്ല. ഓക്കെ, ടു റിവ്യൂ സ്ട്രക്ചറൽ ഡിസൈൻ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മിസ്റ്റർ ആകാശ്, മിസ്റ്റർ അഭിനന്ദ് പ്രിപ്പയർഡ് ദ റിപ്പോർട്ട് ആൻഡ് സബ്മിറ്റഡ് ടു മിസ് ഷെറിൻ. അപ്പൊ രണ്ട് കോമ്പിറ്റന്റ് അല്ലാത്ത ആൾക്കാർ ചെയ്തു, എന്തൊക്കെയോ ചെയ്തു, അത് മിസ് ഷെറിന് സബ്മിറ്റും ചെയ്തു. ഡ്യൂ ടു വർക്ക് പ്രഷർ, മിസ് ഷെറിൻ മെയിൽഡ് ദ റിപ്പോർട്ട് ടു ദ ക്ലയന്റ് വിതൗട്ട് റീഡിംഗ്. വായിക്കാതെ അത് അയച്ചു കൊടുക്കുകയും ചെയ്തു ഈ ഷെറിൻ. When the client received the report, he was shocked and phoned Miss Sharon that he was unhappy with the report and would not pay for it. Okay, he was not happy. Paisa thartilla ennu parnju he called Miss Sharon. He reported the incident to the Association of Consulting Engineers, where Miss Sharon was registered. Appo engineers civil engineers ne register in association aayittu complaint register and requested them to take disciplinary action against Miss Sharon.
Okay, the secretary of the association sent her a memo seeking explanation regarding the issue. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യം മിസ് ഷെറിന് കൊടുത്തു. ഓക്കെ, ഇത്രയാണ് സിറ്റുവേഷൻ. ഫസ്റ്റ് ആരൊക്കെയാണ് ഐഡന്റിഫൈ ദ കീ പ്ലെയേഴ്സ് ഇൻ ദിസ് കേസ്. ഓക്കെ, കീ പ്ലെയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുമ്പം എല്ലാ പ്ലെയേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് മിസ് ഷെറിൻ, ക്ലയന്റ്, അഭിനന്ദ്, ആകാശ് ആൻഡ് ഹു ഇസ് ദ ഫിഫ്ത്ത് പേഴ്സൺ, ഈ അസോസിയേഷന്റെ സെക്രട്ടറി or the members of the Association of Consulting Engineers. ഇങ്ങനെ 5 പേര്. ഇപ്പൊ അസോസിയേഷൻ കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സിനെ എഴുതിയില്ലെങ്കിൽ പോലും you need to write all the other 4. Okay, ഇത്രയും പേരാണ് key players in this case. Now, a rule of thumb. ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 മാർക്ക് എന്ന് കാണുമ്പോൾ നോർമൽ കേസിൽ എപ്പോഴും ആണെന്ന് ഞാൻ പറയുന്നില്ല. നോർമൽ കേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 4 റെലവെന്റ് പോയിന്റ്, 4 മാർക്കാണെങ്കിൽ 4 റെലവെന്റ് പോയിന്റ്, 1 മാർക്കിന് 1 റെലവെന്റ് പോയിന്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ കേസുകളിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ലാസ്റ്റിലെ ആ മെമ്പേഴ്സ് ഓഫ് ദി അസോസിയേഷൻ ഓഫ് കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ 4 മാർക്കാണ്. അപ്പൊ 4 കീ പ്ലെയേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഓക്കെ. ബട്ട് ഹിയർ ദി കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് ഓൾസോ പ്ലേസ് എ ഗുഡ് റോൾ. അതുകൊണ്ട് 5ഉം എഴുതുന്നതാണ് കറക്റ്റ്. Okay, next question is, what are the professional responsibilities neglected by the key players in this case? Okay, now professional key players നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. 1 മിസ് ഷെറിൻ, 2 ക്ലയന്റ്, 3 ആകാശ്, 3 അഭിനന്ദ് ആൻഡ് 4th ആകാശ്. പിന്നെ നമ്മുടെ 5ാമത്തെ കീ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ അസോസിയേഷന്റെ മെമ്പേഴ്സാണ്. ഇതിൻ്റെ അകത്ത് റെസ്പോൺസിബിലിറ്റീസ് നെഗ്ലക്ട് ചെയ്തത് ആരൊക്കെയാ? 1 മിസ് ഷെറിൻ. ക്ലയന്റിന്റെ റെസ്പോൺസിബിലിറ്റി നെഗ്ലക്ട് ചെയ്തതായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. If in case you want to keep the client, then we have to see how exactly he has neglected the responsibility. 2 അഭിനന്ദ്, 3 ആകാശ്. ഓക്കെ, ഈ 3 പ്ലെയേഴ്സ് ആണ് റെസ്പോൺസിബിലിറ്റി നെഗ്ലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ മിസ് ഷെറിൻ എങ്ങനെയാണ് അവരുടെ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി നെഗ്ലക്ട് ചെയ്തതെന്നാണ് ആദ്യത്തെ കാര്യം. സോ യു ഷുഡ് റൈറ്റ് മിസ് ഷെറിൻ, ഹു വാസ് ദി കോമ്പിറ്റന്റ് consultant in structural engineering, was the one approached by the client to do the review. Okay, she already knew that she did not have enough time to take on this job, so she should not have agreed to do the work in the limited amount of time stipulated by the client. She should have made it clear that it is not possible to do a proper review within 1 week's time and given her required amount of time. Okay, so she neglected to point out that she will require more amount of time for the review. 2, she agreed to do this review in the limited amount of time, and she just delegated the job to a person whom she knew was not experienced in that area. Okay, that's the second thing. Third thing, when she got the report from Mr. Abhinand, she did not review it, check for correctness before sending something, especially because she was the one who was approached for the work, for the review. She should have checked before sending it to the client. ഓക്കെ, അങ്ങനെ മിസ് ഷെറിൻ എന്ന് എഴുതിയിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. ഞാൻ ഇംഗ്ലീഷിൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു മസ്റ്റ് യൂസ് ഇംഗ്ലീഷ് ടു റൈറ്റ് ദി ആൻസേഴ്സ്. ഓക്കെ, മലയാളത്തിൽ മനസ്സിൽ ചിന്തിച്ചാലും അത് എഴുതുന്നത് സ്മോൾ ഈസി സെന്റൻസസ് യൂസ് ചെയ്ത് നമ്മൾ ആ ഓരോ പോയിന്റും ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, സോ ആൻസർ എഴുതുമ്പോൾ മാർക്ക് കിട്ടാനുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഡീലിനിയേറ്റ് ചെയ്യണം. കുറെ വലിച്ചു വാരി എഴുതുന്നതിലല്ല മാർക്ക് ഇരിക്കുന്നത്, നമ്മൾ ആ എഴുതുന്ന പോയിന്റ്സ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഇതിൻ്റെ അകത്ത് എഴുതുമ്പോൾ മിസ് ഷെറിൻ, അതാണ് ആദ്യത്തെ കീ പ്ലെയർ, അവരുടെ 3 റിലാപ്സസ് ഇൻ റെസ്പോൺസിബിലിറ്റി വന്നിട്ടുണ്ട്.
Okay, so 1, 2, 3 എന്ന് പറഞ്ഞ ആ 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് അവിടെ കഴിയും. ഓക്കെ, ഇനി രണ്ടാമത്തെ പേഴ്സൺ ആരാ? അഭിനന്ദ്. Okay, now what is Abhinand's fault? One, when he was approached to do this work, he should have made it clear that he does not know how to do a review on structural engineering. ഈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിവ്യൂ ചെയ്യാനായിട്ട് അറിയത്തില്ല എന്ന് പറയാഞ്ഞത് എന്തി? He should have said that this is not my background. I'm a site engineer and I have got experience related to construction work, but I don't have any experience in structural design. One, he should have made clear. Adonna, he did not do. That was his responsibility. He should have said that he cannot do this. Two, when he wanted to do the review, he was given the job and he wanted to do the review, he should have insisted that no matter what lack of time Miss Sharon had, that she sit with him and tell him what to do, explain what are the steps. And third, when he gave the report to Miss Sharon, he should have sat with her and asked her to go through the work. 4, he should never have contacted Mr. Akash. First of all, Mr. Akash is not part of this company. He is part of another company. So there can be breach of confidentiality. A client in the work ആണല്ലോ അങ്ങോട്ടും കൂടെ ഷെയർ ചെയ്യുന്നത്. അത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. He should never have contacted and given to a person who is outside of the company. 4th. Okay. 5th, when he realized that Mr. Akash is also not competent, he should have simply reported back to his superior. They should never have made a report that was not accurate. Okay, that is Abhinand's side. In Akash's side, 2 things. One, he should have pointed out that it is a breach of confidentiality and should have never agreed to do the job. 2, he should have said that he is also not competent to do that particular job because he does not have any kind of experience in structural design or review of structural design. Okay. 3, he should not have agreed to work with Abhinand and make a report that was not accurate. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 key players നിന്നും വന്ന responsibility problems. All 3 are engineers. They have a responsibility towards the society and towards their client and towards their company. They have not met those responsibilities. Okay. Now, don't leave out the client. The client is an experienced person because they are doing structural design for multi-story buildings. So he knows very well that it will take time to review the structural design. So they should never have asked for a report within 1 week. Okay, but it is not clear over here whether Ms. Sharon told the client that she does not have time. So we cannot really pin much of the blame on the client. So നിങ്ങൾ ആ 3 പേരുടേത് കറക്റ്റ് ആയിട്ട് എഴുതുക. ക്ലയന്റിൻ്റെത് വേണമെങ്കിൽ ജസ്റ്റ് ഫോർ ബാക്കപ്പ് എഴുതിയിരിക്കുക. Okay. Okay, now let's move on to the next question. Next question is, consider yourself in Sharon's role. What would you do when a client approaches to get a report very quickly? 3 point. 3 കാര്യങ്ങളാണ് പറയേണ്ടത്. നമ്മൾ നേരത്തെ ആ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ എന്തൊക്കെയാണ് ഷെറിൻ ചെയ്യാഞ്ഞത് എന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോ ഒന്നാമത്തെ കാര്യം, ഷെറിൻ ഷുഡ് ഹാവ് സെഡ് ദാറ്റ് ഷീ ഈസ് ബിസി. First thing, she does not have time to complete it within 1 week. Okay. 2, she should have said that she is the only one who is competent enough to do a structural review and she does not have anybody else to support her in her company. So they should take the job somewhere else. 3, what she should have done is she should have said that I can do it within എപ്പോഴാണോ ചെയ്യാൻ പറ്റുന്നത്. Okay, I can do it within such and such time. And
After getting their, consent, then she could have proceeded. Okay, അപ്പോൾ ഇനീഷ്യലി കോൾ വന്നപ്പം ഇതായിരുന്നു ഷെറിൻ ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, സോ ആ 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ഇനി 3 പോയിന്റ് അല്ലെങ്കിൽ 2 പോയിന്റ് ഉള്ളെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ എഴുതുക. ത്രൂ. Now, next question. If you were the site engineer, ആര് അഭിനന്ദ്, what would you do at this time? അതും നമ്മൾ ആ ബി ക്വസ്റ്റ്യനിൽ ഒരുവിധം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. The site engineer Abhinand should have told his colleague Ms. Sharon that he did not have the background to do a review on structural design of the multi-storied building. 1. 2. He should have insisted that if the work is to be done by the company, that Sharon also sat with him and at least guided him on what steps he is supposed to take. 3. When he gave back the report, he should have insisted that Sharon go through it and check whether there are any errors. ഈ 3 കാര്യങ്ങളാണ്. If first thing is he should have said no because he does not know what is. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ എഴുതേണ്ടി ആവശ്യമുള്ളൂ. Okay, so there you have your next 3 marks. Next question is, what are the choices available to Ms. Sharon in responding to the memo issued by secretary? Okay, now what are her choices? Okay, 1, she should give a complete explanation. She should accept her shortcomings. What were the faults in the responsibility, and she should express her apology and say that it will not be repeated hereafter. Okay, the next choice that is available, that's 1, she should accept that it is her mistake, and then based on that you write that particular paragraph. Next, second thing is that of course she can blame Abhinand and her the lack of time, the amount of work that she has to do, and all those things she can blame. Okay, so രണ്ട് ആംഗിളിൽ നിന്നും, that is പോസിറ്റീവ് ആംഗിളിൽ നിന്നും കുറ്റം സമ്മതിച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി അതിനി ഫ്യൂച്ചറിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, ക്ലയന്റിന്റെ അടുത്തുനിന്ന് പൈസ മേടിക്കത്തില്ല, കറക്റ്റ് ഒരു റിവ്യൂ ചെയ്ത് കൊടുത്തോളാം എന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ ഇതുണ്ടാകാൻ വേണ്ടിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക. ഇത് മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി what disciplinary actions could Ms. Sharon expect from the association? ഇത് അവരുടെ ലൈസൻസ് കട്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, 1. ഓക്കെ, അത് മാത്രമല്ല ബ്ലാക്ക് പോയിന്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഏറ്റവും ലീനിയന്റ് ആയിട്ട് ചെയ്യുന്നത് വാർണിംഗ് കൊടുത്തെങ്കിലും അസോസിയേഷൻ നിർത്താൻ ചാൻസ് ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ അറിവിൽ ഉള്ളത്. അത്രേ ഉള്ളൂ. നമുക്ക് അന്നേരം പരീക്ഷയുടെ സമയത്ത് ഗൂഗിൾ ചെയ്തൊന്നും നോക്കാനൊന്നും പറ്റത്തില്ല. സോ ദീസ് ആർ ദ 3 തിങ്സ് വിച്ച് ഇൻറ്റ്യൂട്ടീവ്ലി വി ക്യാൻ സേ മൈറ്റ് ഹാപ്പൻ. ഓക്കെ, 1, she might lose her license to practice. 2, she might get some sort of warning and disciplinary action, maybe suspension or something like that. And 3, എത്ര lenient ആണെങ്കിലും there will be black points in her record. Okay, so അങ്ങനെ whatever അന്നേരം നിങ്ങൾക്ക് അറിയാവുന്നത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ എഴുതുക. ഓക്കെ, അടുത്തത് G, write down the main points to be kept in mind while continuing in the engineer's profession. Now, ഈ particular കേസിൽ നമ്മളുടെ തിയറി, നമ്മൾ എത്തിക്സ് പഠിച്ച സമയത്ത് എഞ്ചിനീയറിംഗ് എത്തിക്സിന്റെ 2-3 പോയിന്റ് നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഒരു സിവിൽ എഞ്ചിനീയർ ആയിരിക്കുമ്പോൾ ഒന്ന് നമ്മളെപ്പോഴും ഓണസ്റ്റ് ആയിരിക്കണം. താൻ ചെയ്യാത്ത ഒരു വർക്ക് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അത് ക്ലയന്റിന് കൊടുക്കാൻ പാടില്ലായിരുന്നു. ദാറ്റ് വാസ് നോട്ട് റൈറ്റ്. ഓക്കെ, സോ ആ എത്തിക്സിന്റെ 3 പോയിന്റുകൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അത് യൂസ് ചെയ്ത് ഇവിടെ ആൻസേഴ്സ് എഴുതാനായിട്ട് കഴിയും. ഓക്കെ,
Be honest with the client. 2, if we have not done the work, don't send it as we have done the work. Due to client in first of all, don't accept things which you cannot do. 1. 2, if you have accepted, you can say that this was done by so and so person. If you find anything wrong in it, please contact me. Something to alleviate that issue. Okay, there are standards, there are ethical standards for all professions. Those ethical standards must be followed by all engineers. Okay, so point ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് പാസേജസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് when it comes for the exam. Remember that passagesനാണ് bulk of the mark വരുന്നത്. ഓക്കെ, മുകളിൽ ജസ്റ്റ് 25 marks, പാസേജിന് 25 marks. ഓക്കെ, സോ ഈ പാസേജിന്റെ ഒട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറ്റുന്നില്ല, നിങ്ങൾക്ക് ഒന്നും എഴുതാൻ പറ്റിയില്ല എങ്കിൽ പോലും നിങ്ങൾ പ്രോപ്പറായിട്ട് സിലബസ് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ 25 മാർക്ക് കിട്ടും. ഓക്കെ, സോ ദർ ഇസ് നോ റീസൺ വൈ എനിബഡി ഷുഡ് ഫെയിൽ ഇൻ ദ ലൈഫ് സ്കിൽസ് പേപ്പർ. ആൻഡ് ലൈഫ് സ്കിൽസിന് ക്രെഡിറ്റും ഇല്ല. ലൈഫ് സ്കിൽസ് ഇസ് ജസ്റ്റ് പാസ് ഓർ ഫെയിൽ പേപ്പർ. ഓക്കെ, സോ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സിനനുസരിച്ച് ഒരു സെക്ഷൻ 100% എയിം ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളത് ഒന്നും അറിയത്തില്ലാതെ വരത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അപ്പം അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. Of course, also few who are good at English, you all can easily score marks for life skills. Okay, now let's look at the 2015 syllabus passages. Okay, ഇത് നിങ്ങളുടെ HUN 101 ഒരു ക്വസ്റ്റ്യൻ പേപ്പറെ വന്നിട്ടുള്ളൂ ഇതിനു മുമ്പ്. സോ ദിസ് ദ ഓൺലി തിങ് ഐ ആം ഡിസ്കസിങ് ഫ്രം HUN 101. ഓക്കെ, പക്ഷെ സിമിലർ പാസേജസ് തന്നെയാണ് HS 210 2015 സിലബസ് ലൈഫ് സ്കിൽസിന് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദോസ് പേപ്പേഴ്സ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ 2017 ജാനുവരി ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പഴയ 2015 സിലബസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. അന്ന് 3rd സെമസ്റ്ററിലായിരുന്നു ലൈഫ് സ്കിൽസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിന്റെ പാർട്ട് ബി. ഓക്കെ, പാർട്ട് ബി 20 മാർക്സിനാണ് ഇവിടെ പാർട്ട് ബി കൊടുത്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ ദ പാസേജ്. Okay, again read carefully the following case and answer the questions given below. Geeta, a junior member of the staff, has just returned to work after taking special leave to care for her elderly mother. Okay, അപ്പോൾ ഒരു key player ഗീതയാണ്. For financial reasons, she needs to work full time. She has been having difficulties with her mother's home care arrangements, causing her to miss a number of team meetings, which usually takes place at the beginning of each day, and to leave work early. അപ്പം ഇത്തരം കാര്യത്തിന് എന്താ മനസ്സിലായത്? അമ്മയ്ക്ക് സുഖമില്ലാത്തതിന് ഗീത കുറച്ച് നാൾ ലീവിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ ശരിയായിട്ടില്ലെങ്കിലും തിരിച്ച് ജോലിക്ക് കയറി, കാരണം പൈസയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതിന്റെ കൂട്ടത്തിൽ അമ്മയെ നോക്കാനായിട്ട് ഒരാളിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം പലപ്പോഴും ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ നേരത്തെ വീട്ടിൽ പോകും. അപ്പൊ അന്നേരം ടീം മീറ്റിംഗ്സ് മിസ് ചെയ്യുന്നുണ്ട്. മീറ്റിംഗ്സ് നടത്തുന്നത് രാവിലെ ആയതുകൊണ്ട് മീറ്റിംഗ്സ് മിസ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഷീ ഈസ് വെരി കോമ്പിറ്റന്റ് ഇൻ ഹെർ വർക്ക്, ബട്ട് ഹെർ ആബ്സെൻസ് ആർ പുട്ടിംഗ് പ്രഷർ ഓൺ ഹെർ ആൻഡ് ഹെർ ഓവർ വർക്ക്ഡ് കൊളീഗ്സ്. അപ്പോൾ ജോലി നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിവും പ്രാപ്തിയും ഉള്ള ഒരു എംപ്ലോയി ആണ് ഈ ഗീത എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ പ്രശ്നം കാരണം ഗീതയ്ക്ക് മാത്രമല്ല, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ജോലിയും ഉണ്ട്, ഗീതയുടെ ജോലിയും കൂടെ ചെയ്യേണ്ടി ആവശ്യമാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് പുട്ടിംഗ് പ്രഷർ ഓൺ ഹെർ ആൻഡ് ഹെർ ഓവർവർക്ക്ഡ് കൊളീഗ്സ്. ഭദ്ര, ഗീതാസ് മാനേജർ. അവർ ഇപ്പം 3 പേരായി കീ പ്ലേയേഴ്സ്. ഗീത, കൊളീഗ്സ്, ഭദ്ര, മാനേജർ. Okay, is aware that the flow of work through the section is coming under pressure. Kumar, another key player, one of Geeta's male colleagues, is beginning to make comments such as a woman's place is in the home and is undermining her at every opportunity, putting her under even greater stress. Okay.
സോ ഇവിടെ ഇപ്പം എന്തുവാ, ഭദ്രയ്ക്ക് അറിയാം ഈ ഗീതയുടെ വർക്ക് ലാഗ് ആകുന്നത് കാരണം ആ ഡിപ്പാർട്ട്മെന്റിലുള്ള അല്ലെങ്കിൽ ആ സെക്ഷനിലുള്ള എല്ലാവരുടെയും വർക്ക് അതുകൊണ്ട് അഫക്റ്റഡ് ആകുന്നുണ്ട് എന്നറിയാം. പക്ഷെ ഭദ്ര അതൊന്നും ചെയ്യുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഗീതയുടെ കോ വർക്കർ ആയിട്ടുള്ള ഒരു മെയിൽ കൊളീഗ്, കുമാർ എന്ന് പറയുന്ന ഒരു മെയിൽ കൊളീഗ് വല്ലാത്ത തരം വർത്താനങ്ങളൊക്കെ, പെണ്ണുങ്ങൾ വീട്ടിൽ ഇരിക്കേണ്ടവരാണ് എന്നൊക്കെ ഉള്ള വർത്താനങ്ങൾ പറയാൻ തുടങ്ങി. അതൊക്കെ കേൾക്കുമ്പോൾ ഗീതയുടെ സ്ട്രെസ്, ബുദ്ധിമുട്ടുകൾ ഒന്നുകൂടെ കൂടുകയാണ്. ഓക്കെ, ഇത്രയാണ് സിറ്റുവേഷൻ. ഇനി ചോദ്യങ്ങളുണ്ട്. ഐഡന്റിഫൈ കീ പ്ലേയേഴ്സ്. ആരൊക്കെയാണ്? എല്ലാവരെയും, ആരെയും വിടണ്ട. ഗീത, ഗീതയുടെ അമ്മ, കൊളീഗ്സ്, ഭദ്ര ആൻഡ് കുമാർ. ഇത്തരം പേരാണ് നമുക്ക് കീ പ്ലേയേഴ്സ് ആയിട്ട് ഇവിടെ ഉള്ളത്. ഹൗ ഷുഡ് ഭദ്ര ഡീൽ വിത്ത് കുമാർ? ഓക്കെ, കുമാർ ഈ തരം വർത്തമാനങ്ങൾ പറയുന്നതിന് ഭദ്ര എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഒന്ന്, കുമാറിനെ വിളിച്ച് സംസാരിക്കാം. ഓക്കെ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. കുമാറിനോട് തന്നെ ചോദിക്കാം എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കാര്യം പറയാം കുമാറിനോട്. കുറച്ച് നാളത്തെ കാര്യമാണ്, സ്ട്രെസ് കൂടുതൽ കൊടുക്കാതിരിക്കുക, കുറച്ച് നാളും കൂടെ ബെയർ ചെയ്യുക എന്നുള്ളത് പറയാം. ഇനി ഇതൊന്നും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം. ടെമ്പററി ആയിട്ട് ഒരാളിനെ വെക്കുകയോ എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്ത് വർക്ക് എടുക്കുകയോ വർക്ക് ഫ്രം ഹോം അറേഞ്ച്മെന്റ് ഗീതയ്ക്ക് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു അറേഞ്ച്മെന്റും കൂടെ പറയാം. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാണ് ഫോർ മാർക്സിന് ആ ആൻസർ എഴുതേണ്ടത്. കുമാറുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അത് പോയിന്റ് ആയിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതുക. അടുത്തത്, നെയിം ദ പീപ്പിൾ that may need to be involved in the resolution of this problem. ആരൊക്കെ ഉണ്ടാവണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? ഒന്ന്, ഓഫ് കോഴ്സ് ഭദ്ര ഉണ്ടാവണം, ഗീത ഉണ്ടാവണം, പിന്നെ ആരൊക്കെ ഉണ്ടാവേണ്ടത്? കൊലീഗ്സ് ഉണ്ടായിരിക്കണം. ആ സെക്ഷനിലെ കൊലീഗ്സ് ഉണ്ടായിരിക്കണം, ഗീതയുടെ കൊലീഗ്സ്. ഓക്കെ, എന്നിട്ട് എന്തുകൊണ്ടാണെന്നുള്ളത് പറയാം. ഒന്ന്, ഭദ്രയാണ് മാനേജർ. അപ്പൊ ഏത് ഇഷ്യൂ വന്നാലും അതിനെ സ്ട്രീംലൈൻ ചെയ്ത് മാനേജ് ചെയ്യേണ്ട ജോലി ഭദ്രയുടേതാണ്. സോ ഭദ്ര ഷുഡ് ബി ഇൻവോൾവ് ഇൻ the resolution of the problem. Geeta ഉണ്ടായിരിക്കണം, because Geeta should be the one who is saying what she can do. Okay, so whether it is a work from home arrangement or whether it is the details of the meeting being sent to her through mail, അങ്ങനെ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കുക. ആൻഡ് ഇത് അഫക്റ്റഡ് ആകുന്നത് കൊളീഗ്സ് എല്ലാവരും ആയതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും they can give their input on how to manage. Okay, and ഒരു ടൈം ഡ്യൂറേഷൻ കൊടുക്കാം, 2 ആഴ്ചയെന്നോ 3 ആഴ്ചയെന്നോ സംതിങ് ക്യാൻ ബി ഗിവൺ. And within that time, if Geeta's problem has not been solved, then alternative arrangements, വേറെ ആളിനെ എടുക്കുക ടെമ്പററിലി, അങ്ങനെ എന്തെങ്കിലും alternative arrangements can be made. Okay, അടുത്തത്, if you are Bhadra, what are the possible strategies that you can consider to solve this problem? Okay, 1, divide the work among the colleagues equally. Okay, 2, allow Geeta to work from home. 3, see to it that on the days Geeta is coming, she does not have to lose meeting details and all can be sent to her via mail. Minutes can be sent to her via mail. 4, alternative arrangements after a given duration of time, like hiring a temporary person, can be made. 5, Geeta can be given temporary leave. Okay, so അങ്ങനെ മനസ്സിൽ വരുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ പറയാം. Okay, or if the company has got accommodations and is close to the house, then that accommodation can be given to her. Whatever the company is willing to do for Geeta, that can be done. Okay, so that is what you have to write for D. Now E, are there any moral or ethical issues involved? If yes, enumerate. There are always in any problematic situation, there are ethical and moral issues. Geeta's side, okay, she needs the salary is right, but she should come to an agreement with her manager and her colleagues and
see what can be done, maybe on half pay, okay, or work from home solution. Something can be done, knowing that there is stress on the other people who are working with her also. To her colleagues like Kumar, instead of making statements which will hurt her and cause her more stress, what they're supposed to do is help as much as possible, come up with constructive solutions to the problem so that the problem can be decreased as much as possible. Bhadra, as the manager, should take responsibility and see to it that steps are taken to solve this particular issue. Okay, so these are the moral or ethical issues that can be seen over here. Okay, with this, Jan 2017 paper is done. Now let's look at the next paper. The next paper is May 2017. Okay, now let's look at part B. Read the article and answer the questions given below. It occurred on the night of 2nd and 3rd December 1984 at the Union Carbide India Limited (UCIL) pesticide plant in Bhopal, Madhya Pradesh. Over 500,000 people were exposed to methyl isocyanate gas and other chemicals. A runaway reaction had occurred in a storage tank of methyl isocyanate, which was used to manufacture a pesticide. The valves of the tank had burst and a cloud of poisonous gas had escaped. The wind carried it to the nearby shanty towns and the populous city of Bhopal, where thousands of people either died in their sleep or woke and died while fleeing. Those who survived suffered from burning eyes and lungs. Local medical facilities were not equipped for the disaster, and over the next few weeks, thousands more died. Okay, അപ്പോൾ ഇത് ഭോപ്പാലിൽ നടന്ന ദുരന്തത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഡീറ്റെയിൽസ് പലതും കൊടുത്തിട്ടുണ്ട്. ടാങ്കിൽ ഉണ്ടായിരുന്ന ഒരു ലീക്കേജ് കാരണം പോയ്സണസ് ഗ്യാസസ് അടുത്തുള്ള വില്ലേജുകളിലും ടൗണുകളിലും ഒത്തിരി പേര് ഒന്നിച്ച് താമസിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ പ്ലാന്റ് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് പലരും ഉറങ്ങുന്ന സമയത്ത് തന്നെ മരിച്ചു, അല്ലെങ്കിൽ അവർ എഴുന്നേറ്റിട്ട് ഓടിപ്പോകാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ മരിച്ചു. ഇനി ജീവനോടെ ഇരുന്നവർക്കും പലതരം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ആ ലോക്കലായിട്ട് ഉണ്ടായിരുന്ന മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവുന്നവരായിരുന്നില്ല. They did not have a disaster management strategy. Okay, and കുറച്ച് ആഴ്ചകളായിട്ട് ഒത്തിരി ആയിരങ്ങൾ മരിച്ചു. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ, ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ കണ്ടത്. അടുത്തത്, the killer gas spread through the city, sending residents scurrying through the dark streets. No alarm ever sounded a warning, so that local people were not informed of the situation and no evacuation plan was prepared. When victims arrived at hospitals, breathless and blind, doctors did not know how to treat them, as UCIL had not provided emergency information. അടുത്തത് പറയുന്നത്, ഈ ഗ്യാസിന്റെ സ്പ്രെഡിങ് ഒക്കെ കണ്ട ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. പക്ഷെ ഈ പ്ലാന്റിൽ നിന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നൊരു അലാമോ ഒരു മെസ്സേജോ ഒന്നും ഇവർക്ക് ആർക്കും കിട്ടിയില്ല. അതുകൊണ്ട് അവർക്ക് ഒരു വാർണിംഗും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ ആൾക്കാരെ എങ്ങനെയാണ് അവിടെ നിന്നും മാറ്റേണ്ടത്, ഇവാക്യുവേറ്റ് ചെയ്യേണ്ടതെന്നും യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റൽസിലേക്ക് എത്തിയവരെ പോലും ഏത് രീതിയിലാണ് ഫസ്റ്റ് എയ്ഡ് കെയർ ചെയ്യേണ്ടതെന്നുള്ളത് ഈ കമ്പനി ഹോസ്പിറ്റൽസിനെ അറിയിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. എമർജൻസി ഇൻഫർമേഷൻ ഒന്നും പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Perhaps most importantly, at the time of the tragedy, the staff did not realize the gravity of the situation. അപ്പം അവിടെ ജോലി ചെയ്തവർ പോലും ഇത് ഇത്രയും പ്രശ്നമാണെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. ആൻഡ് ഈവൻ ടുക്ക് എ ബ്രേക്ക് ഫോർ ടീ, ചായ കുടിക്കാൻ വരെ ആ ലീക്ക് കഴിഞ്ഞിട്ട് അവർ ബ്രേക്ക് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദ ലീക്ക് ഹാഡ് ബീൻ നോട്ടീസ്, തിങ്കിങ് ദേ വുഡ് ഹാവ് പ്ലെന്റി ഓഫ് ടൈം ടു ഫിക്സ് ഇറ്റ്. ചായ കുടിച്ചിട്ട് ചെയ്യാം എന്നവർ വിചാരിച്ചു, അതിനുള്ള സമയം ഉണ്ടാവും എന്നവർ വിചാരിച്ചു. The operator in the control room did not notify his supervisor. Okay, അത് ചെയിൻ ഓഫ് കൺട്രോളിൽ വരുന്ന ഒരു വീഴ്ചയാണ്. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറിനെ അന്നേരം തന്നെ അറിയിക്കണമായിരുന്നു.
Okay, did not notify his supervisor, and the temperature began to rise inside the tank. ഈ ടാങ്കിലെ ഈ കെമിക്കൽ റിയാക്ഷൻസ് കാരണം ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത് റിപ്പോർട്ടേ ചെയ്തിട്ടില്ല. ദി എൻറ്റയർ സിറ്റുവേഷൻ റിമെയിൻഡ് അൺഅറ്റൻഡഡ് ഫോർ അറ്റ്ലീസ്റ്റ് ആൻ അവർ. 1 മണിക്കൂർ ആരും ഒന്നും ചെയ്തില്ല. ദ ഡിസാസ്റ്റർ റേസ്ഡ് സം സീരിയസ് എത്തിക്കൽ ഇഷ്യൂസ്. ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ച്, ഒരു കമ്പനിയെ സംബന്ധിച്ച് എത്തിക്കൽ ആയിട്ടുള്ള ഒത്തിരിയും കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. The pesticide factory was built in the midst of densely populated settlements. ഒത്തിരി ആൾക്കാരുള്ള ഒരു ഏരിയയിലാണ് ഈ പെസ്റ്റിസൈഡ് ഫാക്ടറി ബിൽഡ് ചെയ്തിരുന്നത്. UCIL chose to store and produce MIC, poisonous ആണ്, one of the most deadly chemicals. USA-ലും ബ്രിട്ടനിലും ഒക്കെ പെർമിറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പോഷർ ലെവൽ എന്ന് പറയുന്നത് 0.02 parts per million. And in an area where nearly 120,000 people lived. Okay, so the area was densely populated. The MIC plant was not designed to handle a runaway reaction. The problem ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള യാതൊരു പ്ലാനുകളും ഇവിടെ ഈ പ്ലാന്റിന് ഉണ്ടായിരുന്നില്ല. When the uncontrolled reaction started, MIC was flowing through the scrubber meant to neutralize the MIC emissions at more than 200 times its designated capacity. സോ ഈ ചെറിയ ലീക്കൊക്കെ വരുമ്പം അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഏരിയ ആണ് ഈ സ്ക്രബ്ബർ എന്ന് പറയുന്നത്. അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്, അതിൻ്റെ എഫക്റ്റ് ഇല്ലാതാക്കാൻ. പക്ഷെ അതിനെ താങ്ങാവുന്നതിലും 200 ഇരട്ടി കപ്പാസിറ്റിയിലാണ് ഈ പ്രശ്നം ഉണ്ടായപ്പം ഈ ഗ്യാസ് ഫ്ലോ ചെയ്തത്. അതുകൊണ്ട് അതെല്ലാം അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് പറ്റാനില്ല. Okay, now let's look at the questions. Do you think UCIL is responsible for the disaster? Why? ഈ പാസേജ് തന്നെ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. ഒന്ന്, യെസ്, UCIL is responsible for the disaster. ഓക്കെ, ഒന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു പ്ലാൻ, ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യാനോ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാനോ ഈ പ്രോബ്ലത്തിനെ ഹാൻഡിൽ ചെയ്യാനോ ഒന്നും അവർക്ക് പ്രോപ്പർ എമർജൻസി പ്ലാൻസ് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, അവര് ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചുറ്റിനും താമസിക്കുന്ന ജനങ്ങളെ ഇന്റിമേറ്റ് ചെയ്യാനോ നോട്ടിഫൈ ചെയ്യാൻ, വാർണിംഗ് കൊടുക്കാൻ അവർക്ക് ഒരു ഫെസിലിറ്റിയും ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ കാര്യം, അവർ അടുത്തുള്ള ഹോസ്പിറ്റൽസിന് എങ്ങനെയാണ് പ്രോബ്ലം വന്നാൽ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു എമർജൻസി ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഉള്ളിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രോപ്പറായിട്ട് ത്രൂ ദ ചെയിൻ മെസ്സേജ് പാസ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. They were careless and did not attend to the problem for a very long time. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ പാസേജിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. That is how you can answer the first question. Second question, discuss the communication failures that occurred in the case resulting in the tragedy. Communication failures വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, within the plant, the controller had not given the message to the supervisor saying that the temperature is rising. So that is a failure in communication up the ladder. Okay, now the company UCIL had not communicated any emergency information to the people or to the hospitals who were supposed to handle the problem. Angane we can see general unawareness of the problems that can occur in such a plant in the company. So management has not given proper information to their employees and to the dangers involved in working in that particular place also. അങ്ങനെ 4 കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് കഴിയും. ഓക്കെ, സോ അതാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ആസ് എൻ എഞ്ചിനീയർ, comment on the drawback of the design which may have the reason for the tragedy, may have been the reason for the tragedy. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ കപ്പാസിറ്റി 200 ടൈംസ് കൂടുതൽ ആണ് കപ്പാസിറ്റി എങ്കിൽ ആ പർട്ടിക്കുലർ പ്ലാന്റിനെ അപ്പം തന്നെ they could have ട്രിപ്പ് സിസ്റ്റം പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് എവിടെയെങ്കിലും ടെമ്പറേച്ചർ കൂടുകയോ ഈ കപ്പാസിറ്റി ഏതെങ്കിലും സ്ക്രബ്ബറിലൂടെ ഇന്ന ലെവൽ ഓഫ് കപ്പാസിറ്റിയിൽ കൂടുതൽ ഗ്യാസ് പാസ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യാനായിട്ടുള്ള എന്ത് ചെയ്തൊരു സംവിധാനം ഇൻബിൽട്ട് ആയിട്ട് വെക്കാമായിരുന്നു. ഓക്കെ, 2,
അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും ആ ചുറ്റളവിൽ ഉള്ള ആൾക്കാരടക്കം കേൾക്കത്തക്ക ഒരു സൈറൻ സിസ്റ്റം അവർക്ക് ഫിറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, കണ്ടിന്യൂസ് മോണിറ്ററിംഗ് സിസ്റ്റം കുഡ് ഹാവ് ബീൻ അറ്റാച്ച്ഡ് ടു ദ പ്ലാന്റ്. എവിടൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ്, എവിടൊക്കെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉള്ളത്, അത് ഐഡന്റിഫൈ ചെയ്ത് അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് സിസ്റ്റംസ് അവിടെ ഫിക്സ് ചെയ്യാമായിരുന്നു. ഓക്കെ, ആൻഡ് ദീസ് ആർ ദ ഡിസൈൻ ഇഷ്യൂസ്. ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡിസൈൻ ഇഷ്യൂസ് ഇത്രയാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ഓൾ ദി എത്തിക്കൽ ഇഷ്യൂസ് ഇൻവോൾവ് ഇൻ ദ കേസ്. ഒന്നാമത്തെ കാര്യം, ഗവൺമെന്റിന്റെ സൈഡിൽ they should not have given sanction for such a dangerous plant to be situated in the middle of such a populated area. That is an ethical issue. Okay. Two, the company should have taken precautions that such a problem will not occur and should have had in place a disaster management strategy or plan should have been in place. The company, അതൊരു ethical issue ആണ്. They have actually endangered people's lives by being silent on what could happen if something went wrong in the plant. Okay. നാലാമതായിട്ടുള്ള ഒരു ethical issue എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് എത്തിക്സ് ഫോളോ ചെയ്തിട്ടില്ല. People are not reporting correctly of the situation to their superiors, and the superiors have not given correct information to their subordinates. ഓക്കെ, സോ ഇത്രയും 4 കാര്യങ്ങൾ നമുക്ക് 4 പോയിന്റ് ആയതുകൊണ്ട് 4 കാര്യങ്ങൾ നമുക്ക് എടുത്ത് കാണിക്കാം. വേറെ എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് the pesticide factory was built in the midst of densely populated settlements. Analyze and comment on this statement. 2 മാർക്കിന്. ഓക്കെ, ഇവിടെ പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഏതൊരു പ്രോജക്റ്റിനും സാങ്ഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് പലതരം സ്റ്റാൻഡേർഡ്സും ഗവൺമെന്റിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പല പേപ്പർ വർക്കുകളും ഉണ്ട്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് നടക്കാത്തത് കാരണമാണ് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഇത്രയും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് കാരണം. സോ ദി ഗവൺമെന്റ് സിസ്റ്റം ഷുഡ് ബി എ ലിറ്റിൽ ബിറ്റ് മോർ കെയർഫുൾ. ദി സാങ്ഷനിങ് അതോറിറ്റീസ് മസ്റ്റ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ what they have done. Okay, and the people who are running this company, അവരും ചെയ്യേണ്ടിയിരുന്നത് is പൈസ മാത്രം നോക്കിയാൽ പോരാ. They should have understood the problems in this particular plant and taken steps well before a problem happened. അങ്ങനെ 2 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിൽ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്തത്, imagine you were in the engineering design team of this plant. What could you have altered the design in concern with safety? ഇതേ സെയിം സിമിലർ ഒരു പോയിന്റ് പറയാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ പോയിന്റ് പറഞ്ഞിട്ട് നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി 2 മാർക്കിന്. ഓക്കെ, നമ്മൾ നേരത്തെ തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്പർ 3 കമന്റ് ഓൺ ദ ഡ്രോബാക്ക് ഓഫ് ദ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ റീസൺ ഫോർ ദ ട്രാജഡി നമ്മൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ ആ സെയിം പോയിന്റ്സ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, സോ ഒരു അലാം സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം അറ്റാച്ച് ടു ഈച്ച് ഡിവൈസ് ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അങ്ങനെ 2 പോയിന്റ് പറഞ്ഞ് അത് ആ ആൻസറും തീർന്നു. ഓക്കെ, so this is our 3rd question paper. Now this is May 2017. Let's look at the next question paper. The next question paper is December 2017. Okay, read carefully the following case and answer the questions given below. It carries 20 marks. Case study. You are a trainee accountant in your 2nd year of training within a small company. A more senior trainee has been on sick leave and you are due to go on study leave. You have been told by your manager that before you go on leave, you must complete some complicated reconciliation work. Okay, reconciliation work എന്ന് വെച്ചാൽ അക്കൗണ്ട് ടാലി ചെയ്യിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം അക്കൗണ്ട്സിൽ. The deadline suggested appears unrealistic given the complexity of the work. സമയം കുറവാണ്. You feel that you are not sufficiently experienced to complete the work. Enough experience ആ ഏരിയയിൽ ഇല്ല.
you would need additional supervision to complete it to the required standard, and your manager appears unable to offer necessary support. If you try to complete the work within the proposed time frame but fail to meet the expected quality, you could face repercussions on your return from study leave. You feel slightly intimidated by your manager and also feel pressure to do what you can for the practice in what are challenging times. Okay, now this passage is very similar to നമ്മുടെ HUN 101 ആദ്യം കണ്ട ആ മിസ് ഷെറിന്റെ പാസേജിന് വളരെ സിമിലർ സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ അതേ ബേസ് ചെയ്തിട്ട് ഈ സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള ആൻസേഴ്സ് ആണ് എഴുതേണ്ടത്. Who are the affected parties in the above passage? 1. The intern, okay, trainee accountant. 2. Senior trainee accountant who is on sick leave. Manager. Okay, and there is a client. ഇത്രയും 4 പേരാണ് പാർട്ടീസ് ആയിട്ടുള്ളത്. Identify relevant facts in the above situation. 1. The work is assigned to a trainee accountant who is not competent to do the work. The senior trainee is on sick leave and the manager is forcing the inexperienced trainee accountant to do this work. Okay, so ഇത്രയും കാര്യങ്ങളാണ് relevant facts എന്ന് പറയുന്നത്. C. Who should be involved in coming up with a solution to this problem? Obviously, solution ആരാണ് കൊടുക്കേണ്ടത്? Manager ആണ് പ്രോബ്ലത്തിനുള്ള solution കൊടുക്കേണ്ടത്. Maybe the senior trainee who is on sick leave can contribute through online or work from home or some other way also. So, ഈ മാനേജറിനെയും സീനിയർ ട്രെയിനിനെയും ഫോക്കസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ആൻസർ നമ്മൾ എഴുതാനായിട്ട്. Okay, so the solution, because the manager is in charge and the manager knows that the trainee accountant is not competent enough to do this particular job, he should not have given the job to the trainee accountant. Instead, he should have given it to the senior trainee accountant, or he should have done it himself or done it together with the senior trainee accountant from with work from home or some such method. അതാണ് C. D. Would it be right to attempt to complete work that is technically beyond your abilities without proper supervision? No, it will not be right. So what the trainee accountant should have done is, നേരത്തെ നമ്മൾ അഭിനന്ദിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഈ ജോലി ചെയ്യാനായിട്ട് നോട്ട് കോമ്പറ്റന്റ്, എനിക്ക് അത്രയുള്ള അറിവില്ല എന്ന് പറയണമായിരുന്നു. എന്നിട്ടും ഫോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയും ആ മാനേജറിന്റെ കൂടെ ഇരുന്ന് അവരുമായിട്ട് കൺസൾട്ട് ചെയ്ത് ചെയ്യാനായിട്ട് നോക്കണം. ഈ മാനേജർ കൺസൾട്ട് ചെയ്ത് ചെയ്യാനായിട്ട് തയ്യാറല്ല, അല്ലെങ്കിൽ ചെയ്യാൻ സമയമില്ല, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ സീനിയർ ട്രെയിനി ഈസ് ഓൺ സിക്ക് ലീവ്. ടെലിഫോൺ ചെയ്തോ ഓൺലൈൻ വഴിയോ എന്തെങ്കിലും മെത്തേഡ് വഴി അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇതിന് ഉള്ള സൊല്യൂഷൻ കണ്ടെത്താനായിരുന്നു. ഓക്കെ, ആൻഡ് ഇൻ ദാറ്റ് വേ ദ ഫൈനൽ റിവ്യൂ കുഡ് ഹാവ് ബീൻ ഡൺ. ഓക്കെ, can you refuse to perform the work without damaging your reputation within the practice? Yes, we must know when to say no. ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യാം എന്ന് ഏറ്റിട്ട് അത് പിന്നെ റെപ്പർക്കഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നതിൽ നല്ലത് ചെയ്യാൻ പറ്റത്തില്ല, ഇന്ന കാരണമാണ്, പക്ഷെ ഞാൻ എന്ത് ചെയ്യാം എന്നുള്ളത് പറഞ്ഞ് അതിനുള്ള സൊല്യൂഷൻ ഒന്നിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ശരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ. Okay, so it is better to say that you're not able to do the job than to do the job inaccurately. What is the possible course of action that could be taken in this situation? നമ്മുടെ ഇതുപോലെ ചെയ്യാൻ ഞാനിപ്പോൾ ഒത്തിരി ആക്ഷൻസ് ഓൾറെഡി പറഞ്ഞു. ഒന്ന്, മാനേജർ തന്നെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ മാനേജറും സീനിയർ ട്രെയിനിയും ചേർന്ന് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ മാനേജറിന് സീനിയർ ട്രെയിനിയെ സൂപ്പർവൈസ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ഈ ട്രെയിനി അക്കൗണ്ടന്റ് യങ്ങർ ആയിട്ടുള്ള ജൂനിയർ ട്രെയിനി അക്കൗണ്ടന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ സീനിയർ ട്രെയിനിക്ക് വർക്ക് ഫ്രം ഹോം സൊല്യൂഷൻ ആയിട്ട് കൊടുക്കാമായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാമായിരുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദി ആൻസർ ഫോർ December 2017. Let's look at the next question paper.
Now we have April 2018 question paper. Okay, part B. Read carefully the following case and answer the questions given below. It carries 20 marks. Case study. Ramanujan Shastri, Secretary in the Ministry of Defense, is a respected and admired bureaucrat. Defense Minister trusts Ramanujan and has given him a free hand in the ministry. Okay, so ഒരു സെക്രട്ടറിയാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിലുള്ള ഒരു സെക്രട്ടറിയാണ് രാമാനുജൻ ശാസ്ത്രി. എല്ലാവരും ഈ മിനിസ്റ്റർ ഇയാളെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യും. രാമാനുജൻ ഹു ഇസ് അറ്റ് ദ ഫാഗ് എൻഡ് ഓഫ് ഹിസ് കരിയർ, ഫാഗ് എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരാറായി, ഹി ഈസ് ഗോയിങ് ടു റിട്ടയർ. റീസെന്റ് ലോസ്റ്റ് ഹിസ് എൽഡർ സൺ ആൻഡ് വൈഫ് ഇൻ ആൻ ആക്സിഡന്റ്. ഒരു പ്രശ്നം സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചിട്ട് ഇരിക്കുകയാണ്. And ever since, he has kept a low profile and has grown more fond of his other son, who now just finished his graduation from an ordinary institution in the capital. Okay, so capital state, it is Delhi, ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇയാൾ ഈ ഇളയ മകൻ ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജോലിയിലൊന്നും വലിയ താല്പര്യം ഇപ്പം ഇല്ല രാമാനുജന്. In a deal involving direct government-to-government contract with a major arms supplier, Ramanujan is tasked with speeding up the contract agreement and finalize the deal. അപ്പം രണ്ട് കൺട്രീസ് തമ്മിലുള്ള ആംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്വിപ്മെന്റ്, മിലിറ്ററി എക്വിപ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കുന്നതിൻ്റെ ഒരു ഡീലിൽ ഈ രാമാനുജന് ചാർജ് കൊടുത്തു. The manufacturer who will benefit immensely if the process is expedited പെട്ടെന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ മാനുഫാക്ചറിന് ഒത്തിരി ലാഭം ഉണ്ടാകും. On many occasions has personally contacted Ramanujan and expressed his frustration in the slow movement of files in the ministry. അപ്പോൾ ആ മാനുഫാക്ചർ പല പ്രാവശ്യം ഈ രാമാനുജനെ വിളിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ പോകാനായിട്ട് ഇങ്ങനെ കജോൾ ചെയ്യുക. Ramanujan's younger son wants to study in a world's most reputed university for which he needs a lot of money and good reference. ഈ ഇളയ പയ്യന് വെളിയിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് പൈസയും റെഫറൻസും ആവശ്യമാണ്. The son has his father's complete support. Okay, ഇളയാളെ ആണല്ലോ ഇപ്പൊ ആകെയുള്ള ഒരാൾ. അതുകൊണ്ട് രാമാനുജൻ കംപ്ലീറ്റ് ആയിട്ട് മകനെ സപ്പോർട്ട് ചെയ്യുന്നു. And he himself is contemplating the idea of moving out with his son to a new place, but money is the constraint. രാമാനുജനും മകന്റെ കൂടെ പോയാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ അതിനുള്ള പൈസ ഇല്ല. The person from the company who is in touch with Ramanujan comes to know about this, and in one of his meetings with Ramanujan, he assures him to look after his son's entire higher education costs, from admission to placement to a well-paying job, provided he speeds up the finalization of the deal. അപ്പം ഈ ഒരു കാര്യം മാനുഫാക്ചർ അറിഞ്ഞിട്ട് അത് മുതലെടുത്ത് എങ്ങനെയും രാമാനുജനെ കൊണ്ട് ഈ ഡീൽ പെട്ടെന്ന് ചെയ്യിപ്പിക്കാനായിട്ട് ഫൈനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Because of unexpected political circumstances, the defense minister now wants to scrap the deal. എന്തോ പ്രശ്നം പൊളിറ്റിക്കലി ഉണ്ടായപ്പോൾ ഈ മിനിസ്റ്റർ ഈ ഡീലിനെ ഇനി ഫോർവേഡ് പോകുന്നില്ല എന്ന് ഡിക്ലെയർ ചെയ്തു. He wants to stop the deal. From his experience, Ramanujan senses that the present controversy is temporary and somehow the deal will be in later. Ramanujan, who has few months of service left with him, is in a dilemma. അപ്പം രാമാനുജൻ അറിയാൻ, നേരത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അറിയാം ഇത് കുറച്ച് നാളത്തെ പ്രശ്നം, അത് കഴിഞ്ഞിട്ട് സോൾവ് ആവും, ഈ ഡീല് മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷേ ഇയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ഇയാൾ റിട്ടയർ. ഓക്കെ, he doesn't want to disappoint his son, and at the same time he wants to be in the good terms with the minister. The deal, if signed, doesn't harm anyone's interests. The products are of world class and are sure to add value to the country's defense arsenal. So ആ ഡീൽ മുന്നോട്ട് പോകുന്നതിൽ യാതൊരു പ്രശ്നങ്ങളും എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന കാര്യമില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ കൺട്രിക്ക് അതൊരു പ്ലസ് തന്നെ ആയിരിക്കും. ഇത്രയാണ് സാഹചര്യം. ഓക്കെ, ചോദ്യം. ഐഡന്റിഫൈ ദ കീ പ്ലേയേഴ്സ്. ആരൊക്കെയാണ്? ഡിഫൻസ് മിനിസ്റ്റർ, മാനുഫാക്ചറിംഗ് കമ്പനി, ആർംസ് മാനുഫാക്ചറിംഗ് കമ്പനി, Ramanujan and Ramanujan's son. What should be Ramanujan's course of action in this situation? ഇവിടെ എന്തൊക്കെ ചെയ്യാൻ കഴിയും? 7 മാർക്കിന്റെ ചോദ്യമാണ്. ഒന്ന്, ഈ ഡീൽ ഇതിന്റെ പ്രോസും കോൺസും എന്താണെന്നുള്ളത്
ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതേത് രീതിയിലാണ് ഈ കൺട്രിയുടെ ഡിഫൻസിന് പ്ലസ് ആയിരിക്കുന്നത് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും മിനിസ്റ്ററിന്. ഓക്കെ, ഈ ഡീല് ഇഫ് ഇറ്റ് ഡസൻ ഗോ ത്രൂ, വാട്ട് ആർ ദ ഡിഫക്ട്സ് ഫോർ ദ കമ്പനി എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട് പറ്റും. അതൊരു കാര്യം. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യും. അതൊരു 2-3 മാർക്കിന് നോക്കാം. പിന്നെ രാമാനുജനെ ട്രസ്റ്റ് ചെയ്യുന്നതാണ് ഈ മിനിസ്റ്റർ. അപ്പൊ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് കാര്യം പറയുകയും ചെയ്യും. സിൻസ് ഇറ്റ് ഇസ് നോട്ട് ഹാർമിങ് എനിബഡി, ദ മിനിസ്റ്റർ ക്യാൻ ഡിസൈഡ് വെദർ ഇറ്റ് നീഡ്സ് ടു ഗോ ത്രൂ ഓർ നോട്ട്. ഓക്കെ, ഈ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ വരേണ്ടത് ഇൻ ദ കേസ് ഓഫ് ദ ബി ആൻസർ. സി, how Ramanujan deals with his son and manufacturer. ഓക്കെ, മകനോട് കാര്യം പറയുക, ഇങ്ങനെ ഇന്ന പ്രശ്നങ്ങളുണ്ട് ഈ ഡീലിൽ മുന്നോട്ട് പോകാനായിട്ട്. I have given the report to the minister. If he goes through with the plan, then you will be able to go outside and stay. അതുകൊണ്ട് അല്ലെങ്കിൽ he can decide that നാട്ടിൽ തന്നെ പഠിക്കുക, വെളിയിൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പം ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി പറയാം. മാനുഫാക്ചറിൻ്റെ അടുത്തും ഇതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി സോ ദാറ്റ് ദേ നോ വാട്ട് ദ പ്രോബ്ലംസ് ആർ ആൻഡ് വെയർ Ramanujan is. അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയും. പ്രസന്റ് ദ ഫാക്ട്സ് ക്ലിയർലി, explain the situation to his son and to the manufacturer. Okay, and there are 2 things that can happen. Either the deal will go through or the deal will not go through. So if the deal doesn't go through, what are the solutions for the manufacturer and the son? For സണ്ണിനോട് പറയാം, if the deal doesn't go through, ഇവിടെ തന്നെ പഠിക്കാം, ഇന്ന കോളേജുകളുണ്ട്, നമുക്ക് അവിടെയും കൂടെ അപ്ലൈ ചെയ്തിടാം. ആ രീതിയിൽ സണ്ണിനോട് പറയാം. മാനുഫാക്ചറിനോടാണെങ്കിൽ ഇയാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇയാൾക്ക് അറിയാമല്ലോ ദാറ്റ് കുറച്ച് നാൾ കഴിഞ്ഞാണെങ്കിലും ദാറ്റ് ഡീൽ വിൽ ഗോ ത്രൂ. അതുകൊണ്ട് ധൃതി കൂട്ടാൻ പറ്റത്തില്ല. അത് ആ ടൈം ആകുമ്പോൾ നടന്നോളും എന്നുള്ള കേസിൽ മാനുഫാക്ചറിനോട് പറഞ്ഞ് മനസ്സിലാക്കും. ഇന്റഗ്രിറ്റി ആൻഡ് എത്തിക്കൽ വാല്യൂസ് ഒന്നും കളയാതെ ദിസ് ക്യാൻ ബി. ഇനി ഇഫ് ദ ഡീൽ ഗോസ് ത്രൂ ദെൻ എവറിത്തിങ് ഇസ് എ പ്ലസ്. പ്രത്യേകിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഡിസ്കസ് ദി എത്തിക്കൽ ഇഷ്യൂസ് ഇൻ പ്രൈവറ്റ് ലൈഫ് വേഴ്സസ് പബ്ലിക് റിലേഷൻ. ഓക്കെ, when the person is in a particular position, their private life should not influence the decisions that they are taking in their public relations. ഓക്കെ, ഇവിടെ രാമാനുജൻ ഇത്രയും ബുദ്ധിമുട്ടുകൾ വരുന്നത് മകന്റെ കാര്യവും മകന്റെ ആഗ്രഹവും സ്വന്തം ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഫാക്ട്സ് ആർ ഫാക്ട്സ്. ഫാക്ട്സ് മാത്രമേ ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് ഡീൽ ഗോസ് ത്രൂ ഓർ ഡസന്റ് ഗോ ത്രൂ, ഇറ്റ് ഇസ് നോട്ട്, അത് തീരുമാനിക്കുന്ന സെക്രട്ടറി അല്ല. ഓക്കെ, സോ he could just look at it in that particular way. First responsibility is always in a job is the job ethics. So work ethics എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള നമ്മുടെ ആ പോയിന്റുകൾ വെച്ചിട്ട് ഇതിന്റെ ആൻസർ നമുക്ക് എഴുതാം. പക്ഷെ ഈ കോണ്ടെക്സ്റ്റിൽ വേണം ആൻസേഴ്സ് എഴുതാനായിട്ട്. That's all. So with that we have finished April 2018. Let's look at the next question. Okay, so this is December 2018 supplementary paper. Okay, now part B. The Exxon Valdez oil spill occurred in Prince William Sound, Alaska, March 24th. But this is the same as at UCIL. നമ്മുടെ ഭോപ്പാലിൽ നടന്ന ഇൻസിഡന്റിന് സമാനമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, the Exxon Valdez oil spill occurred in Prince William Sound, Alaska, March 24, 1989, when Exxon Valdez, an oil tanker owned by Exxon Shipping Company, bound for Long Beach, California, struck Prince William Sound's Blythe Reef, 1.5 miles west of Tugget Lake, Alaska, at 12:04 a.m. local time and spilled 10.8 million US gallons of crude oil over the next few days. ഒരു ഓയിൽ ടാങ്ക് ആണ്, അതൊരു സ്ഥലത്തോട്ട് പോകുന്ന വഴിക്ക് അടിയിൽ വെള്ളത്തിന്റെ അടിയിൽ ഉണ്ടായിരുന്ന റീഫ് മുട്ടിയിട്ട് ഓയിൽ സ്പിൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ,
It is considered to be one of the most devastating human-caused environmental disasters. Prince William Sound's remote location, accessible only by helicopter, plane, or boat, made government and industrial response efforts difficult and severely taxed existing response plans. പ്ലാനുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിന്റെ റിമോട്ട് ഏരിയ കാരണം അവിടെ എത്തിപ്പറ്റാനുള്ള ഡിഫിക്കൽട്ടീസ് കാരണം റിക്കവറി പ്ലാൻസ് അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിനെ കർട്ടീൽ ചെയ്യാനായിട്ടുള്ള പ്ലാനുകളൊന്നും വർക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. The region is a habitat of salmon, sea otters, seals and seabirds. ആ ഏരിയ ആണെങ്കിൽ എൻവയോൺമെന്റലി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. Lots of animals and fish was there in that particular area. The oil originally extracted at Prudhoe Bay oil field eventually covered 1,300 miles, that's 2,100 kilometers of coastline and 11,000 square miles of ocean. Okay, so എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താണ് ഈ ഓയിൽ വരുന്നതെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. According to official reports, the ship was carrying 53094,510 gallons, എത്രയോ barrels of oil, of which about 10.8 million US gallons was spilled into the Prince William Sound. During the first few days of the spill, heavy sheens of oil covered large areas of the surface of Prince William Sound. Multiple factors have been identified as contributing to the incident. എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഈ പ്രോബ്ലത്തിൽ നിന്ന് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Beginning 3 days after the vessel grounded, a storm pushed large quantities of fresh oil on the rocky shores of many of the beaches in Knight Island chain. അപ്പൊ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സ്റ്റോം ഉണ്ടായിരുന്നുകൊണ്ട് ഈ മുകളിൽ സർഫസിൽ കിടന്ന ഓയിൽ എല്ലാം കൂടെ ആ ഐലൻഡ് സൈഡിലും കൂടെ അടിച്ച് കയറി. Exxon Shipping Company failed to supervise the mast and provide a rested and sufficient crew for Exxon Valdez. അപ്പൊ ആ ഷിപ്പില് മാസ്റ്റർ ഷിപ്പിൽ എവിടെയാണ് ലീക്കേജ് ഉണ്ടായത് അവിടെ ഇനഫ് ക്രൂ മെമ്പേഴ്സും ഉണ്ടായിരുന്നില്ല. The third mate failed to properly maneuver the vessel. ഇത് മുട്ടാൻ കാരണം ഉണ്ടായത് പ്രോപ്പർ ആയിട്ടല്ല അതിനെ സ്റ്റിയർ ചെയ്തത്. പോസിബിളി ഡ്യൂ ടു ഫെറ്റീഗ് ഓർ എക്സസ് വർക്ക് ലോഡ്. ആൾക്കാർ കുറവായിരിക്കും, ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതും ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. Exxon Shipping Company failed to properly maintain the Raytheon collision avoidance system. അപ്പോൾ അവർക്ക് കൊളിഷൻ അവോയ്ഡൻസ് സിസ്റ്റം ഉണ്ട്, പക്ഷെ അത് പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഇല്ലാത്ത കാരണം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. Which is, if it was functional, would have indicated to the third mate an impending collision. മുട്ടാതെ ഇരിക്കാമായിരുന്നു if it was working properly. Captain Joseph Hazelwood, who was widely reported to have been drinking heavily that night, was not at the controls when the ship struck reef. Captain കുടിച്ചിട്ട് എവിടെയോ ആയിരുന്നു, പുള്ളി ഇത് ഒന്നും അറിഞ്ഞേയില്ല നടക്കുന്ന സമയത്ത്. Other factors, വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. Ships were not informed, മറ്റുള്ള ഷിപ്പുകൾ were not informed that the previous practice of the Coast Guard tracking ships out to Bligh Reef had ceased. അപ്പം ഈ ബ്ലൈ റീഫിലേക്ക് വരുന്ന ആൾക്കാരെ ട്രാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം, കോസ്റ്റ് ഗാർഡ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആ കോസ്റ്റ് ഗാർഡ് സിസ്റ്റം നിർത്തി എന്നുള്ളത് ഈ ഷിപ്സിനൊന്നും അറിവ് ഉണ്ടായിരുന്നില്ല. The oil industry promised but never installed a state-of-the-art iceberg monitoring equipment. Upgradation ഒക്കെ പ്രോമിസ് ചെയ്തായിരുന്നു ഓയിൽ ഇൻഡസ്ട്രി, പക്ഷെ അത് ചെയ്തില്ല. Exxon Valdez was sailing outside the normal sea lane to avoid small icebergs. Okay, അപ്പം ഐസ്ബർഗ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ റൂട്ടിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവര് പോയിരുന്നത്. ഓക്കെ, സോ ഇത് എടുത്തിരിക്കുന്നത് വിക്കിപീഡിയയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പാസേജ്. ഓക്കെ, നൗ ഐഡന്റിഫൈ ദ കീ പ്ലേയേഴ്സ് ഇൻ ദിസ് കേസ്. ഒന്നാമത്തെ കീ പ്ലെയർ എന്ന് പറയുന്നത് ഈ എക്സോൺ വാൽഡേ, എക്സോൺ ഷിപ്പിംഗ് കമ്പനി. ഓക്കെ, രണ്ട് നമ്മുടെ captain of the ship and the third mate. Okay, so ഇത്രയും പേരാണ് നമുക്ക് കീ പ്ലേയേഴ്സ് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത്. What are the professional responsibilities neglected by each of the key players in the
കേസ്. കമ്പനിയുടെ ഒത്തിരിയും റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാത്തത് ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും നോക്കിയിട്ട് അത് നിങ്ങൾ എഴുതുക. ഓക്കെ. പിന്നെ തേർഡ് മീറ്റിന് അറിയത്തില്ലാത്ത കാര്യങ്ങൾ തേർഡ് മീറ്റ് ചെയ്യാതിരിക്കുക. ക്യാപ്റ്റൻ, he should never have been drinking on the job. ഓക്കെ. അങ്ങനെ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആ കമ്പനിയുടേതാണ് വരുന്നത്. ദേ വർ ഷോർട്ട് സ്റ്റാഫ്ഡ്, സോ അതെല്ലാം അത് പ്രോബ്ലം ആയിട്ട് വരും. അതെല്ലാം നോക്കി അത് ലിസ്റ്റ് ചെയ്യാം. പിന്നെ തേർഡ് മീറ്റ് ചെയ്യാൻ അറിയത്തില്ലാത്ത കാര്യം ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ക്യാപ്റ്റൻ ഓൺ ദ ജോബ് he should not have been drinking. Okay, what are the ethical issues attached to the case? Ethical issues: the company is responsible for the safety of the crew members as well as for the environment. That is an ethical issue which was not met by the company. Okay, then the captain. The captain was drinking on the job, especially when there was such a lot of problems both with the infrastructure of the ship as well as with shortage of staff. He should have been the one taking responsibility for the steering of the ship. Okay, so ആ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തത്. പിന്നെ you can say that the third mate who was not qualified to steer the ship should not have been doing that job. അടുത്തത്, how do you think that the disaster management team of Exxon reacted to the accident? ഇപ്പൊ ഇതിൻ്റെ അത് പറയുന്നുണ്ട് പലതരം പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണമാണ് ഈ ആക്സസിബിൾ ലൊക്കേഷൻ അല്ലാത്ത കാരണമാണ് ഗവൺമെന്റിനും ഇൻഡസ്ട്രിക്കും ഒക്കെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഈ ഇൻഡസ്ട്രി, ദാറ്റ് ഇസ് കമ്പനി, ഇവരുടെ റഡാർ സിസ്റ്റം, കൊളിഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള റഡാർ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ they needed a state of art iceberg monitoring equipment. അതില്ലാഞ്ഞത് കൊണ്ടാണ് അവർ ശരിക്കും കോഴ്സ് മാറിപ്പോയത്. അപ്പൊ ഈ ഷിപ്പിന്റെ ആൾക്കാരെ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ക്രൂ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. Okay, so those are the problems which can be seen from the company's side, disaster management team side. Okay, അല്ലാതെ വേറെ ഒന്നും എന്ന് പറയാൻ പറ്റും. ഒരു സ്റ്റോം ഉണ്ടായി, അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന എണ്ണയൊക്കെ സൈഡിലേക്ക്, മറ്റേ ആ സൈഡിലുണ്ടായിരുന്ന എല്ലാ ഐലൻഡ്സിലേക്കും കയറിയതൊന്നും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഡിസാസ്റ്റർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു അതായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. Okay, and they should have relayed the message that the Coast Guard system was not there. They should have better communication with their staff and with all the other people who are in the route of their ship. Okay, what are the lessons learned from Exxon Valdez oil spill? ഈ കാര്യങ്ങൾ ഒന്ന്, the ship must be maintained properly. There should be enough crew on the ship. Third, the disaster management team should be equipped and should be well versed in managing these kind of problems. Okay, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് കഴിയും. Let's go to the last question. This is the last question paper, May 2019. Okay, May 2019. Engineer A was a competent consulting engineer specializing in manufacturing plan layout, but she was always very busy. A client asked the engineer A to review a proposed plant layout and prepare an evaluation report. Engineer A reluctantly agreed because of the pressure of other work. Engineer A assigned the task to an employee. Technologist B, who was experienced in construction but had little background to plan layout. Technologist B did his best to evaluate the layout, but several key points were beyond his knowledge. Although he tried to get advice from Engineer A, he was unable to do so because Engineer A was always too busy with her other projects. Technologist B finally prepared a draft report for Engineer A to correct and complete. Technologist B sent the report to Engineer A with a note saying that the report was an incomplete draft and that A
should give it detailed study. But this time, Engineer A was even busier than before, and she had to complete several major tasks before going overseas for a month's vacation. Engineer A simply had her secretary reformat the draft report and print it on high-quality paper. Engineer A signed, sealed, and mailed the report without even reading it. When the client received and read the report, he phoned Engineer A and said he was disgusted with the poor report and would not pay for it. Although Engineer A apologized profusely, the client insisted on sending the report to the association and making a formal complaint. Engineer A admitted her negligence and received a reprimand from the discipline committee. This is exactly the same as 2019 HUN 101 paper. Okay, Miss Sharon എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. Exactly same. Identify key players. ഇവിടെ വേറെ ഒത്തിരി പേരൊന്നുമില്ല. എഞ്ചിനീയർ എയും മറ്റേ ടെക്നോളജിസ്റ്റ് ബിയും ക്ലയന്റും മാത്രമേ ഉള്ളൂ. Okay. What are the professional responsibilities neglected? Miss Sharonന്റെ കേസിൽ പറഞ്ഞതാണ് എഞ്ചിനീയർ എയുടെ പ്രോബ്ലംസ്. അഭിനന്ദന്റെ കേസിൽ പറഞ്ഞാണ് ഇവിടെ ടെക്നോളജിസ്റ്റ് ബിയുടെ പ്രോബ്ലംസ്. ഓക്കെ, അടുത്തത് വാട്ട് clauses of the code of ethics have been violated by engineer A's actions. Okay, so work ethics ബേസ് ചെയ്ത് ഏതൊക്കെ ethics ആണ് ഇവിടെ വയലേറ്റ് ചെയ്തിരിക്കുന്നത്? ഷെറിന്റെ ആക്ഷൻസെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ആൻസർ നിങ്ങൾ എഴുതിയിട്ട്. വാട്ട് ഡിസിപ്ലിനറി ആക്ഷൻസ് could she expect? Okay, അത് നമ്മൾ നേരത്തെ ഷെറിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ she can lose her license, she can have disciplinary actions and black mark in her record. Okay, so if you were engineer A, ഷെറിൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഇവിടെ ആ സെയിം ചോദ്യം മറ്റേതെല്ലാം ചോദിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് ഇതിന്റെ ആൻസർ. ആസ് എഞ്ചിനീയേഴ്സ് വാട്ട് ആർ ദ ലെസൺസ് ലേൺഡ് ഫ്രം ദിസ് കേസ്? ആ സെയിം ചോദ്യം മറ്റേത് ചോദിച്ചിട്ടുണ്ട്. Okay, so those are the answers. This is very similar to that first one. So ആ വർഷം രണ്ടും സെയിം പാസേജ് ആണ് ഏകദേശം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ വിത്ത് ദിസ് ഐ എം കൺക്ലൂഡിങ് ദ കേസ് സ്റ്റഡി. ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ പാസേജുമായിട്ട് ഡീല് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഓർത്തോണം, ആ പാസേജിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മളിപ്പോൾ സാധാരണ അങ്ങനെ ഒരു പ്രോബ്ലം ആണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആയിരിക്കും അതിന്റെ സൊല്യൂഷൻസ് ആയിട്ട് എടുക്കുന്നത്, ആ രീതിയിൽ ചിന്തിച്ച് വേണം ആൻസേഴ്സ് നമ്മൾ എഴുതുന്നത് പോയിന്റ്സ് ആയിട്ട് മാക്സിമം എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന കാര്യങ്ങളാണ്, അത് കൃത്യം ഡിമാർക്കേഷൻ റെലവെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുമെന്ന് ഡിമാർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഈസി ആയിട്ട് വാല്യൂ ചെയ്യാനായിട്ട് കഴിയും. എവറി സിറ്റുവേഷൻ ഇസ് ഡിഫറെന്റ്. എന്നാലും ഇത് നമ്മൾ കണ്ടതിൽ തന്നെ കുറെ റെക്കറിങ് ആയിട്ടുള്ള രീതിയിലുള്ള പാസേജസ് ആണ് നമുക്ക് കണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അതേ ബേസ് ചെയ്ത് തന്നെയായിരിക്കും വരാൻ പോകുന്ന പാസേജസ്. സോ സിമ്പിൾ ആണ്, പക്ഷെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി എഴുതി ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാവുന്ന കുറെ ഡീറ്റെയിൽസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എഴുതിയിട്ട് കാര്യമില്ല. ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്നാണോ വേണ്ടിയത് അതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, സോ അത് മാത്രം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, സോ with this we are concluding our lab sessions also. All the best for your exams.